പ്രതിപക്ഷ നേതാവ് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ആളെ ജനങ്ങൾ ചുമക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അവിടെ നിയമസഭയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആനയിച്ചു കൊണ്ടിരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ശ്രീ എസ് കെ സജീഷ്, രാഹുലിനെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എങ്കിൽ, രാഹുൽ ഞങ്ങളുടെ ആളാണെന്ന് കോൺഗ്രസ് പറയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ആക്രമണം മുന്ന നഷ്ടപ്പെടുന്ന ആക്രമണമായി മാറും. കോൺഗ്രസ് നാളെയോ മറ്റന്നാളോ നിയമസഭയിൽ നിങ്ങൾ രാഹുലിനെ പരിഹസിക്കുമ്പോൾ അവരുടെ ഒപ്പം ചേരുന്നില്ല എങ്കിൽ, ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാളെ നിങ്ങൾ വിമർശിച്ചതുകൊണ്ടോ ആക്ഷേപിച്ചതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? ശ്രീ അഭിലാഷ്, ഇതിൽ കാണേണ്ട ഒരു വിഷയം, ഇവിടെ ശ്രീ വി ആർ അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ച ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടാൽ അതിലുള്ള വൈരുദ്ധ്യം മനസ്സിലാകും. ഒന്ന്, എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ എന്നല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായി എടുത്ത തീരുമാനമാണ്, അത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണെങ്കിൽ അത് ഇവിടെ പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ്? വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വി ഡി സതീശൻ്റെത് പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമാണോ കൂട്ടായ അഭിപ്രായമാണോ എന്ന തീരുമാനം അദ്ദേഹം തന്നെ എടുക്കണം. ഏതായാലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ രാഹുൽ പാർട്ടിയിലുമില്ല, രാഹുൽ പാർലമെൻ്ററി പാർട്ടിയിലുമില്ല എന്ന്. പ്രതിപക്ഷ നേതാവ് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ആളെ ജനങ്ങൾ ചുമക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ജനങ്ങൾക്കും ബോധ്യമില്ലേ? അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്, പാർലമെൻ്ററി പാർട്ടി നേതാവിനുണ്ട്, ആ പാർലമെൻ്ററി പാർട്ടിയിലും ഉള്ളവർക്കുണ്ട്. അപ്പോൾ പാർട്ടി നിലപാട് സ്വീകരിച്ചു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പരിശോധിച്ചാൽ അറിയാം, അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ. രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൽ വളരെ കൃത്യമാണല്ലോ, കാലാവധി പറയാതെയുള്ള സസ്പെൻഷനാണ് എന്ന് പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്ന ഒരു പഴുതൊഴുക്കി കൊടുത്തുള്ള സസ്പെൻഷനാണ് എന്നതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു കാലാവധി 1 മാസത്തേക്കാണ് എന്ന് പോലും നിശ്ചയിച്ചാൽ സ്വമേധയാ തന്നെ ഇദ്ദേഹം ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും രാജിവെക്കണം. കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് MLA സ്ഥാനവും രാജിവെക്കണം, MP സ്ഥാനമാണെങ്കിൽ അതും രാജിവെക്കണം. അത് ഭരണഘടനാപരമായി നിൽക്കുമ്പോൾ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് തിരിച്ചു വരാനുള്ള ഒരു വഴിയാണ് ഒരുക്കി കൊടുത്തത്. ഇതെല്ലാം താൽക്കാലികമായി അങ്ങ് അവസാനിക്കും. നിയമസഭയിൽ ബഹുമാനായ ശ്രീ VS-ൻ്റെയും അതുപോലെ തന്നെ ശ്രീ PP തങ്കച്ചൻ്റെയും അതുപോലെ തന്നെ വാഴൂർ സ്വാമി MLA-യുടെയും എല്ലാം അനുസ്മരണം നടത്തിക്കൊണ്ട് പിരിയുന്ന ഒരു സമയത്ത് അവിടെ വന്നു പോയി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് തൽക്കാലം ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്ന എന്തെല്ലാമോ ഗിമ്മിക്കല്ലേ ഇതിന്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ വന്നാൽ യാതൊരു പ്രതിഷേധവും ഇല്ല, ആരും ഒന്നും സംസാരിച്ചില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ പറയട്ടെ അഭിലാഷ്, 1-2 കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത്. ഈ രീതിയിലുള്ള ഗിമ്മിക്കുകളാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാണേണ്ടതില്ലേ? ഇവിടെ ഒറ്റ മിനിറ്റ്, കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ, ശ്രീമതി ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാനിമോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ പറഞ്ഞ വാക്കുകൾ ഇവിടെ മാഞ്ഞു പോകുന്ന വാക്കുകളല്ലല്ലോ. കൂടെ ഞങ്ങളില്ല, പാർട്ടിയിലുമില്ല, പാർലമെന്ററി പാർട്ടിയിലുമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിയമസഭയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആനയിച്ചു കൊണ്ടിരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഒരു കത്ത് അങ്ങോട്ട് എഴുതി കൊടുക്കുകയും തിരിച്ച് ഇങ്ങോട്ട് ഒരു കത്ത് വാച്ചൻ വാർഡിന്റെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടല്ലോ. കൂടെ ഇല്ലാത്ത ആൾക്ക് ആരെങ്കിലും കത്ത് എഴുതി കൊടുത്തിരുന്നോ? കൂടെ കൂട്ടാത്തവർക്കാണോ ആ കത്ത് അപ്പുറം എത്തിയത് എന്നതിന് മറുപടി പറയാൻ ഉത്തരവാദിത്വമില്ലേ? അപ്പൊ ഇവരിങ്ങനെ നാടകം കളിക്കുന്നവരും നമ്മൾ നാടകം കണ്ടു നിൽക്കുന്നവരുമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കരുത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. വിശദീകരണം പോലും ഇല്ലാതെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. രാഹുൽ എന്താ പറഞ്ഞത്? രാഹുൽ പറഞ്ഞത് ഞാൻ സ്വമേധയാ മാറി നിൽക്കുന്നു എന്നാണ്. അദ്ദേഹം സ്വമേധയാ മാറി നിൽക്കുകയാണോ, നിങ്ങൾ നിലപാട് സ്വീകരിക്കുകയാണോ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ഥാനത്ത് ഉൾപ്പെടെ എന്നുള്ളത് വ്യക്തമായി പറയാൻ വേണ്ടി പറ്റണ്ടേ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടില്ല ആ വോയിസ് ക്ലിപ്പുകൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കോഴിക്കോട് സ്പെഷ്യൽ കോടതിയുടെ ഒരു വിധി, ഭ്രൂണത്തിന്റെ ഉടമസ്ഥന് 64 വർഷം തടവാണ്. 64 വർഷം തടവ്. അത്രയും ഗൗരവമുള്ള ഒരു ഓഡിയോ പുറത്തു വന്നിട്ട് അതിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മാധ്യമങ്ങളുടെ മുന്നിൽ മിണ്ടാനോ ഇത് തൻ്റെ ഭാഗത്തുനിന്ന് വന്നതല്ല എന്ന് നിഷേധിക്കാനോ തയ്യാറാകാത്ത ഒരാളുടെ പേരിൽ ഇപ്പോഴും സംസാരിക്കുകയാണ്. അവരെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി അവർ നിർത്തുന്നില്ല എന്ന് കബളിപ്പിച്ച്
ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തിൽ തന്നെ നിർത്തി ശരി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ള എന്നാണ് ചില ബുദ്ധിയാണ്. CPM ആ ബുദ്ധി കേന്ദ്രങ്ങളാണ്, ആ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇത് ജപ്പടി വിദ്യയാണെന്ന് CPM പറയും. അവിടെ അതുകൊണ്ടാണ് അവർക്കെതിരെ നടക്കാൻ പ്രതിഷേധം ഉയരുന്നത്. ശരി.